നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ലൈവിൽ വന്നപ്പോഴേ ഒരു 2-3 ആളുകൾ വന്ന് നെഗറ്റീവ് പറച്ചിലും എന്തൊക്കെയോ സംസാരം, മേ ബി ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടാവും. അപ്പം നമ്മൾ ഈ നെഗറ്റീവ് പറയാണ്ട് മറ്റുള്ളവരുടെ നെഗറ്റീവ് നോക്കുന്നതിലും നല്ലത് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ആ സമയം കൊണ്ട് നമ്മൾ എങ്ങനെ നന്നാവും. നമ്മൾ വേറൊരാളെ കുറിച്ച് നെഗറ്റീവ് പറയാൻ നിന്നാൽ നമുക്കും നെഗറ്റീവ് തന്നെ വരുത്തുള്ളൂ ഫ്യൂച്ചറിലേക്ക്. അപ്പം നമ്മൾ നെഗറ്റീവ് പറയാണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ നോക്കുക. എന്നിട്ട് ആ പറയുന്ന സമയം ഇതും കൊണ്ട് പണിയെടുത്ത് 10 പൈസ ഉണ്ടാക്കാൻ നോക്കുക. അതെങ്ങനെയാണ്? ഈ പൈസ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മണി എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂളാണ്. ഈ പൈസ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ. പൈസ ഇല്ലാണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടല്ല പോകുന്നത്, പോകുമ്പോൾ ഒന്നും കൊണ്ടല്ല എന്ന് പറയും. ഈ വരുന്നതിനും പോകുന്നതിനും ഇടയിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റത്തുള്ളൂ, നമുക്ക് നിലയും വിലയും കിട്ടത്തുള്ളൂ. അപ്പം നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പണം ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണം ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി നോക്കുക. അതായിരിക്കണം നമ്മുടെ മെയിൻ. പിന്നെ അനിഴത്തിന്റെ വണ്ടികളെ കുറിച്ച് ചോദിച്ചവരോടാണെന്നുണ്ടെങ്കിൽ, അനിഴത്തിന്റെ നാട്ടിൽ ഓടുന്നതാണേലും ഇവിടെ ഉള്ളതാണേലും നമ്മുടെ ഗ്യാരേജ് മൊത്തത്തിലെടുത്ത് നോക്കിയാലും നമ്മുടെ ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന പോസ്റ്റുകളിൽ എല്ലാം കിടക്കുന്നത് നമ്മുടെ വണ്ടികൾ മാത്രമാണ്. പുറമേ ഉള്ള ഒരാളുടെ വണ്ടികളില്ല. നാട്ടിലുള്ള വണ്ടികളാണെങ്കിൽ കൂടുതൽ അമ്മയുടെ പേരിലായിരിക്കും, 1-2 എൻ്റെ പേരിൽ. ഞങ്ങളുടെ വണ്ടികൾ തന്നെയാണ്. ഇവിടെ ഉള്ളത് നമ്മുടെ പേരിൽ തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരുടെയും പേരിലല്ല. പിന്നെ ടൂറിസ്റ്റ് ബസ് നാട്ടിലെ ഒരുമാതിരി വണ്ടികളുടെ ഇതെടുത്ത് നോക്കിയാൽ, അനിഴം ഗ്യാരേജിനെ സംബന്ധിച്ചോളം നോക്കിയാൽ അവിടുത്തെ വണ്ടികളാണെങ്കിലും പേഴ്സണൽ വണ്ടികളാണെങ്കിലും ടോട്ടൽ വണ്ടിയുടെ വാല്യൂ എടുത്ത് നോക്കിയാൽ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ടവരെ എല്ലാവരേക്കാളും, അതായത് ടൂറിസ്റ്റ് ബസ് ഫീൽഡിലുള്ളവരാണ് പറയുന്നത്, ഒരുമാതിരിപ്പെട്ടവരേക്കാൾ എല്ലാവരേക്കാളിലും ഏറ്റവും കൂടുതൽ വിലയുള്ള വണ്ടികൾ അനിഴത്തിന്റെ ഗ്യാരേജിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ 1-2 മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ, അല്ലാണ്ട് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് പരിപാടി വിടുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പണം ഉണ്ടാക്കാൻ നോക്കുക, അതിന്റെ പിന്നാലെ കാര്യങ്ങൾ നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി.